ഇപ്പം 22,000-ലധികം ലോ സ്യൂട്ട് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ പെപ്സിക്കെതിരെ ആ ടൈമിൽ. പിന്നെ ഏകദേശം ഒരു 720 എത്രയോ ഒരു ക്രിമിനൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ, ക്രൈം ഫയൽസ് അവിടെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ജസ്റ്റ് ഒരു $1 മില്യൺ ക്യാഷ് പ്രൈസാണ് അവർ കൊടുക്കാന്ന് പറഞ്ഞ് ആ ഒരു ക്യാമ്പയിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മില്യണാണ്. അതായത് നഷ്ടപരിഹാരം, കമ്പനിക്ക് ഉണ്ടായ ഡാമേജും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഏകദേശം $10 മില്യൺ കമ്പനിക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ബ്രാൻഡിൻ്റെ കയ്യിൽ വളരെ നല്ല രീതിക്കുള്ള ആഡ് ക്യാമ്പയിൻസും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഉണ്ടെങ്കിലും അത് നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതായത് പ്രോപ്പറായ രീതിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നല്ല രീതിക്ക് ബാക്ക്ലാഷ് ചെയ്യപ്പെട്ടേക്കാം. നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അപ്പം ആ ഒരു ഇഷ്യൂ നിങ്ങളുടെ കസ്റ്റമേഴ്സായിട്ട് എത്രയും പെട്ടെന്ന് സംസാരിച്ച്, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാനല്ല നോക്കുക. അങ്ങനെ സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു സീരിയസ് ഇഷ്യൂയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയേക്കാം.